അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ചെറുപയറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഷെയർ, ലൈക്ക്, കമൻറ്റ് ഇടാൻ മറക്കരുത്. ഇവിടെ പയറെടുത്തിട്ടുണ്ട്, ചെറുപയർ. ഇത് നല്ലോണം കായോക്കി കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു 5-8 വിസിൽ ഇട്ടെടുപ്പിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് മുന്നായിട്ട് കുതിർക്കാൻ വേണമെങ്കിൽ വെക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് വെക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടത് തേങ്ങയും അതുപോലെ പച്ചരിയും പിന്നെ കുറച്ച് വെള്ളവും കൂടി നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. നല്ലോണം ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുള്ളത് ജാഗരിയാണ്. ജാഗരി ഇതുപോലെ ചെറുതായി പൊടിഞ്ഞരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിവിടെ വേവാൻ വെച്ചിട്ടുള്ള ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ഞാനിപ്പോൾ ഫസ്റ്റ് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും പച്ചരിയെല്ലാം മിക്സ് ആക്കിയിട്ടുള്ള അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പച്ചരി ഇടുന്നത് എന്തിനെന്ന് വെച്ചാൽ നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഡയറക്റ്റ് തേങ്ങാപ്പാലെടുത്ത് ചെയ്യുന്നവരും ഉണ്ട്, പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്താലും അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിട്ട് ഈ സമയം നമുക്ക് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതുപോലെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ജാഗരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ച് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ പച്ചരി ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഇടുന്ന സ്പൂണ് കയ്യിൽ നിന്ന് ഇങ്ങനെ ഇളക്കുന്നത് നിർത്താൻ പാടില്ല. നിർത്തിയാലുണ്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഞാനിവിടെ മധുരം മതിയായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ജാഗരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് തിളയെല്ലാം വന്നിട്ട് ഒരു തിള വന്നാൽ തന്നെ ഇത് സെറ്റായി കിട്ടും. അങ്ങനെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ കാഷ്യൂനട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് താളിച്ച്. അത് ആവശ്യമൊന്നുമില്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അത് തേങ്ങാക്കൊത്തും അതുപോലെ റൈസിൻസ് എല്ലാം യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇൻഷാല്ലാ. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ മഴക്കാലത്ത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചൂട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. പയർ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, ഇൻഷാല്ലാ. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.